നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരുത്തേണ്ട സമയത്ത് CPI അത് ചെയ്തില്ലെന്ന് പാർട്ടി സംസ്ഥാന നിർവാഹക സമിതിയിൽ വിമർശനം. എല്ലാം കഴിഞ്ഞ് പിണറായിക്കെതിരെ പറഞ്ഞിട്ട് എന്തു കാര്യമെന്ന ചോദ്യം യോഗത്തിൽ ഉയർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രാഥമിക അഭിപ്രായ പ്രകടനങ്ങളാണ് നിർവാഹക സമിതിയിൽ ഉണ്ടായത്. സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ഭാഗത്തു നിന്ന് പിഴവുകൾ ഉണ്ടായപ്പോൾ തന്നെ തിരുത്താൻ CPI മുന്നിട്ടിറങ്ങിയിരുന്നെങ്കിൽ ജനങ്ങളുടെ പിന്തുണ CPIക്ക് കിട്ടുമായിരുന്നു. CPMന്റെ തന്നെ അണികളും ആ തിരുത്തലിനൊപ്പം നിന്നേനെ. എങ്കിൽ ആവശ്യമായ മാറ്റങ്ങൾക്ക് മുഖ്യമന്ത്രിയും തയ്യാറാകുമായിരുന്നു. ജനം തോൽപ്പിച്ചവരെ ഇനി വീണ്ടും കുത്തിയിട്ട് എന്തു കാര്യം? സർക്കാരിനെതിരെയുള്ള വികാരം ഈ വൻ തോൽവിയിൽ പ്രകടമാണ് എന്ന അഭിപ്രായവും ഉണ്ടായി. EP ജയരാജനും പ്രകാശ് ജാവദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ച വിവാദവും LDFനെ ബാധിച്ചു. പോളിംഗ് ശതമാനം കുറയാൻ അത് കാരണമായി. ജനം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് ഫലത്തെക്കുറിച്ചുള്ള പാർട്ടി വിലയിരുത്തലുകൾ വ്യക്തമാക്കുന്നതെന്ന വികാരവും യോഗത്തിൽ ഉണ്ടായി. CPI മത്സരിച്ച 4 സീറ്റുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടും ചർച്ചയുമാണ് പ്രധാനമായും നടന്നത്. രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട LDF ചർച്ചകളിൽ പങ്കെടുക്കേണ്ടിയിരുന്നതിനാൽ സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് കൂടുതൽ സമയവും വിട്ടുനിൽക്കേണ്ടി വന്നു. വിശദമായ ചർച്ച അടുത്ത നിർവാഹക സമിതി കൗൺസിൽ യോഗങ്ങളിൽ നടക്കും. അതേസമയം കേരളത്തിൽ ഒഴിവുള്ള 3 രാജ്യസഭാ സീറ്റുകളിൽ LDFന് ജയസാധ്യതയുള്ള 2 CPIക്കും കേരള കോൺഗ്രസ് എമ്മിനും നൽകും. ഒരു സീറ്റ് ഉറപ്പിച്ചിരുന്ന CPM അത് വേണ്ടെന്ന് തീരുമാനിച്ച് വിട്ടുവീഴ്ച ചെയ്തതോടെയാണ് ഇടതുമുന്നണി ഘടകകക്ഷികൾക്കിടയിലെ തർക്കം പരിഹരിച്ചത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ധാരണയനുസരിച്ചുള്ള തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് LDF യോഗത്തിൽ വ്യക്തമാക്കിയത്. തർക്കം ഉന്നയിച്ച RJDയുടെ നിർദ്ദേശപ്രകാരം ഇനി രാജ്യസഭാ സീറ്റുകൾ ഒഴിവ് വരുമ്പോൾ CPMന് ലഭിക്കുന്ന സീറ്റ് ഒഴികെയുള്ളവ മറ്റു ഘടകകക്ഷികൾക്ക് റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ നൽകാൻ മാർഗരേഖയുണ്ടാക്കാമെന്നും വ്യക്തമാക്കി. CPIക്കും കേരള കോൺഗ്രസ് എമ്മിനും പുറമെ RJDയും NCPയുമാണ് രാജ്യസഭാ സീറ്റിന് അവകാശവാദം ഉന്നയിച്ചത്. ഇതിൽ കാലാവധി അവസാനിക്കുന്ന സീറ്റുകൾ വീണ്ടും വേണമെന്ന് CPIയും കേരള കോൺഗ്രസ് എമ്മും കടുംപിടുത്തം തുടർന്നതോടെയാണ് CPM വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. തിരഞ്ഞെടുപ്പിലേറ്റ വൻ തോൽവിക്ക് പിന്നാലെ മുന്നണിയിൽ അസ്വാരസ്യം തലപൊക്കുന്നത് ഒഴിവാക്കണം എന്ന CPM തീരുമാനമാണ് രാജ്യസഭാ സീറ്റ് ത്യാഗത്തിനു പിന്നിൽ. ജനവിധിയുടെ സന്ദേശം പാർട്ടി ഉൾക്കൊള്ളുന്നതിന്റെ ആദ്യ സൂചനയും കൂടിയാണ് ഇത്. LDFന് 2 രാജ്യസഭാ സീറ്റുകൾ ലഭിക്കുമ്പോൾ 2ഉം വേണ്ടെന്ന് വെച്ച് അത് ഘടകകക്ഷികൾക്ക് CPM കൈമാറിയ ചരിത്രമില്ല. ലോക്സഭാ രാജ്യസഭാ സീറ്റുകൾ നേടിയെടുക്കാനായി കലാപക്കൊടി ഉയർത്തേണ്ടി വന്നിട്ടുണ്ട് മുൻപ് ഘടകകക്ഷികൾക്ക്. CPM വഴങ്ങാതെ വന്നപ്പോൾ 2009 MP വീരേന്ദ്രകുമാറിന്റെ ജനതാദളും 2014 RSPയും LDF വിടുക തന്നെ ചെയ്തു. ഇരു പാർട്ടികൾക്കും അവർ മത്സരിച്ചിരുന്ന ലോക്സഭാ സീറ്റ് CPM നിഷേധിക്കുകയായിരുന്നു. 2000 K ചന്ദ്രൻപിള്ളയെ CPM ഏകപക്ഷീയമായി രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന്റെ പേരിൽ മുന്നണിയിൽ തന്നെ പൊട്ടിത്തെറിക്ക് കാരണമാകാവുന്ന പടയൊരുക്കത്തിന് CPI സെക്രട്ടറിയായിരുന്ന വെളിയം ഭാർഗവൻ ഇറങ്ങിയതോടെ CPMന് സീറ്റ് പങ്കിട്ട് വഴങ്ങേണ്ടി വന്നു. ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് ഒറ്റ സീറ്റാണ് കിട്ടിയതെന്നിരിക്കെ കയ്യിലുള്ള രാജ്യസഭാ സീറ്റിൽ ത്യാഗം വേണോ എന്ന ചോദ്യം പാർട്ടിയിൽ ഉയർന്നിരുന്നു. കേന്ദ്ര നേതൃത്വവും ആദ്യഘട്ടത്തിൽ ആ നിലപാടിലായിരുന്നു. എന്നാൽ കേരള കോൺഗ്രസ് എമ്മിനെ പിണക്കുന്നത് മുന്നണിയെ തന്നെ ബാധിക്കാം എന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ വാദം തള്ളിക്കളയാനായില്ല. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്ക് വേണ്ടിയാണ് കേരള കോൺഗ്രസ് എം സീറ്റ് ചോദിക്കുന്നത് എന്നതും CPM കണക്കിലെടുത്തു. ജോസിന് LDFന്റെ പദവികൾ ഇല്ലാതാകുന്ന സാഹചര്യം ഭാവിയിൽ അപകടം ചെയ്യുമെന്ന ചിന്ത കനത്തു. CPM നൽകിയ പരിഗണനയിലും പ്രാധാന്യത്തിലും കേരള കോൺഗ്രസ് എം ആഹ്ലാദത്തിലാണ്. UDFിലായിരിക്കെ പിണങ്ങി നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി മാറിയ KM മാണിയെയും കൂട്ടരെയും തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി 2018 കോൺഗ്രസ് അവരുടെ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് കൈമാറിയിരുന്നു. ഇപ്പോൾ LDFിൽ തന്നെ അവരെ ബന്ധിപ്പിച്ചു നിർത്താനായി CPMഉം രാജ്യസഭാ സീറ്റ് ആ പാർട്ടിക്ക് തന്നെ വിട്ടുകൊടുത്തിരിക്കുന്നു. സീറ്റിനായി സമ്മർദ്ദം ചെലുത്തിയ RJDയെയും തീർത്തും പിണക്കാൻ CPM തയ്യാറായില്ല. തുടർച്ചയായി തങ്ങളെ തഴയുന്നതിനെതിരെ ആ പാർട്ടിയുടെ വർഗീസ് ജോർജ് ക്ഷോഭം കൊണ്ടപ്പോൾ മന്ത്രിസഭാംഗത്വവും ലോക്സഭാ സീറ്റുമില്ലാത്ത RJDയുടെ ആവശ്യം ന്യായമാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. റൊട്ടേഷൻ വ്യവസ്ഥയ്ക്ക് മാനദണ്ഡം കൊണ്ടുവരാമെന്ന് ഉറപ്പും നൽകി. രാജ്യസഭയിൽ ഇനി ഒഴിവ് വരുന്നത് 2027 അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമേ ഇനി രാജ്യസഭാ തെരഞ്ഞെടുപ്പുള്ളൂ. PV അബ്ദുൽ വഹാബ്, ഡോക്ടർ V ശിവദാസൻ, ജോൺ ബ്രിട്ടാസ് എന്നിവർ 2027 ഏപ്രിലിൽ ഒഴിയും. ആ സമയത്ത് ഭരണപക്ഷം ആരാണോ അവർക്ക് 2 സീറ്റ് ലഭിക്കും. പ്രതിപക്ഷത്തിന് 1 സീറ്റും.